ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 3ാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്. ഈ ചാപ്റ്ററിലെ അയണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട് അങ്ങനെയുള്ള കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചും ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനി ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം, ന്യൂക്ലിയസ് പിന്നെ ഇലക്ട്രോൺ, ഓരോ ആറ്റത്തിലെയും ഇലക്ട്രോണുകൾ, ഔട്ടർ മോഷനിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അത് ഡോട്ടായിട്ട് അവിടെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ദ മെത്തേഡ് ഓഫ് റെപ്രസെന്റിംഗ് electrons of the outermost shell using dots around the symbol of an element was first introduced by the chemist Gilbert and Lewis. Cross symbols are also used instead of dot. ഡോട്ടിന് പകരം ക്രോസ് ഇട്ടിട്ട് ആ സിമ്പിൾ ആയി യൂസ് ചെയ്താൽ മതി. അങ്ങനെ അതിനെ സൂചിപ്പിക്കാൻ പറ്റും. ഓൺലി വാലൻസ് ഇലക്ട്രോൺസ് ആർ മാർക്ക്ഡ് അറൌണ്ട് ദ സിമ്പിൾ ഓഫ് ആൻ എലമെന്റ്. അപ്പം വാലൻസ് ഇലക്ട്രോൺ മാത്രം, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ മാത്രം ആ സിമ്പിളിന്റെ ചുറ്റും സൂചിപ്പിച്ചിട്ട് അങ്ങനെ കൃത്യമായിട്ടും സ്ട്രക്ചർ ഓരോ ഷെല്ല് വരയ്ക്കാതെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ വാലൻസ് ഇലക്ട്രോണിനെ മാത്രം സൂചിപ്പിക്കുന്ന രീതിയാണ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. യു നോ ദാറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് സോഡിയത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 281 ആണ്. ആൻഡ് ദാറ്റ് ഓഫ് ക്ലോറിൻ ഈസ് 287. ഇതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അത് ഉപയോഗിച്ച് ഡോട്ട് സ്ട്രക്ചർ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഡയഗ്രാം, സോഡിയം ആറ്റത്തിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോഡിയത്തിന് സിമ്പിൾ എഴുതി, അവിടെ ഒരു ഡോട്ട് മാത്രം, കാരണം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ ആ ഇലക്ട്രോണിന്റെ ഒരു ഡോട്ട് ഇട്ടു. പിന്നെ താഴെ 281 എന്നുള്ളതിന്റെ കോൺഫിഗറേഷൻ എഴുതി. അതുപോലെ സോഡിയം റെപ്രസെന്റ് ദി ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ക്ലോറിൻ ആറ്റം. സോഡിയം കഴിഞ്ഞു, ഇനി ക്ലോറിൻ ആറ്റം. ഡോട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ Clന്റെ സിമ്പിൾ എഴുതി. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ക്ലോറിൻ ആറ്റത്തിന് 2, 8, 7. അപ്പം ക്ലോറിൻ ഹാസ് 7 വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ ഡോട്ടുകളായിട്ട് അവിടെ 7 ഡോട്ടുകൾ ഇട്ടു. ക്ലോറിൻ എന്ന Cl എന്ന സിമ്പിളിന്റെ ചുറ്റും 7 ഡോട്ടുകൾ ഇട്ടു. അങ്ങനെ നമ്മൾ ക്ലോറിൻ ആറ്റത്തിന്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. നോട്ട് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാമോ? ഇതാ ഇവിടെ ഫിഗറിൽ നോക്കുക. സോഡിയത്തിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം പ്ലസ് ക്ലോറിന്റെ, ഇവിടെ സോഡിയത്തിന് 1, അതുപോലെ ക്ലോറിന് 7. 2, 8, 1, 2, 8, 7. അപ്പോൾ സോഡിയത്തിന് ഒരു ഡോട്ട് മതി, ക്ലോറിന് 7 ഡോട്ട്. അത് സോഡിയം ക്ലോറൈഡ് എന്നുള്ള ഒരു മോളിക്യൂളായി മാറിക്കഴിയുമ്പോൾ ഒരു കോമ്പൗണ്ടായി, ആ കോമ്പൗണ്ടിന്റെ മോളിക്യൂൾ. അപ്പോൾ ഇവിടെ സോഡിയത്തിന് ഇവിടെ ഡോട്ട് ഇല്ല, കാരണം ഇലക്ട്രോൺ ക്ലോറിന് കൊടുത്തു. അപ്പോൾ ഒരു പ്ലസ് ചാർജ് മാത്രം വന്നു. അതുപോലെ ക്ലോറിന് 2, 8. അപ്പോൾ ഇവിടെ 8 ഡോട്ട് ഉണ്ടാവണം ക്ലോറിൻ ആറ്റത്തിന്. അപ്പോൾ ഒരു ഇലക്ട്രോൺ കൂടുതലാണ്, അതുകൊണ്ടൊരു മൈനസ് ചാർജ് വന്നു. ഇനി സോഡിയത്തിന് ഇവിടെ ഡോട്ട് കാണുന്നില്ല, പക്ഷേ സോഡിയത്തിന് എന്തായി, സ്റ്റെബിലിറ്റി കിട്ടി, ഔട്ടർമോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ആയത്, കൂടുതലുള്ള ഒരു ഇലക്ട്രോൺ പോയി. അപ്പം 208 ആണ് സോഡിയത്തിന്റെ കോൺഫിഗറേഷൻ, 288 ആണ് ക്ലോറിന്റെ കോൺഫിഗറേഷൻ. അപ്പോൾ ഈ 2 ആറ്റങ്ങൾക്കും പക്ഷേ അവിടെ അപ്പോൾ സോഡിയം പോസിറ്റീവ് അയോണും ക്ലോറിൻ നെഗറ്റീവ് അയോണുമായിട്ട് മാറി. അങ്ങനെ സോഡിയം ക്ലോറൈഡ് എന്നുള്ള ആ കോമ്പൗണ്ടിന്റെ ഒരു മോളിക്യൂൾ ഉണ്ടായി. ഒരു ടേബിൾ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, ആ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് ഓരോന്ന് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ചാർജ് എല്ലാം തന്നിട്ടുണ്ട്. കെമിക്കൽ റിയാക്ഷൻ ശേഷം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ്ങിന് ശേഷം ഉള്ള സോഡിയത്തിന്റെ അവസ്ഥ ഇതാണ്. 208 ആണ്, ഒരു ഇലക്ട്രോൺ പോയി. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പിന്നെ ഉള്ളത് 10 ആണ്. അതുപോലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 11 ആണ്. അപ്പോൾ അതിന്റെ പോസിറ്റീവ് ചാർജ് +1 ചാർജ് ആണുള്ളത്. കാരണം എന്താണ്, ഒരു ഇലക്ട്രോൺ പോയി, 11 പ്രോട്ടോണും 11 ഇലക്ട്രോണും ഉള്ളതുകൊണ്ട് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരുന്ന സോഡിയം ആറ്റം, അതിൽ ഒരു ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ ആ പ്രോട്ടോൺ ഒന്നും അധികമാണ്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ചാർജ് അവിടെ അധികമാണ്. അതുകൊണ്ടാണ് ഈ ആറ്റം എന്ന് പറയാൻ പറ്റില്ല, അയോണിന്റെ. ഇപ്പോൾ സോഡിയം അയോണിന്റെ ചാർജ് +1 ആണ്. അതേപോലെ ക്ലോറിനും റിയാക്ഷൻ മുമ്പുണ്ടായിരുന്നത് 2, 8, 7 ആണ്, 17 ഇലക്ട്രോൺ, 17 പ്രോട്ടോൺ, ചാർജ് 0 ആണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരുന്നു. ഇനി കെമിക്കൽ ബോണ്ടിങ്ങിന് ശേഷം ഒരു ഇലക്ട്രോൺ അധികം കിട്ടി. അപ്പോൾ 2, 8, 8 എന്നായി, ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. ഇനി അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 17 എന്ന് മാറി 18 ആയി. നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ മാറ്റമൊന്നുമില്ല. അപ്പം ഇലക്ട്രോൺ പ്രോട്ടോണിനേക്കാളും 1 കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ ക്ലോറിന് കൂടുതലാണ്. നോട്ട് ദ ഇക്വേഷൻ ഓഫ് ദ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുമ്പോഴുള്ള ഇക്വേഷൻ. സോഡിയം എന്തായിട്ട് മാറുന്നു, Na++1 ഇലക്ട്രോൺ ആയിട്ട് മാറുന്നു. ആ ഇലക്ട്രോണെ ക്ലോറിന് കൊടുക്കുന്നു. അപ്പോൾ സോഡിയത്തിൽ നടക്കുന്ന പ്രവർത്തനം Na എന്തായിട്ട് മാറി, സോഡിയം Na+, ഒരു പോസിറ്റീവ് ചാർജ് അയോൺ ആയിട്ട് മാറി, പ്ലസ് ഒരു ഇലക്ട്രോൺ. അത് ക്ലോറിന്, ആ ഇലക്ട്രോണിനെ ക്ലോറിന് കിട്ടുന്നു. അപ്പോൾ Cl എന്ന ക്ലോറിൻ +1 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിനെ കിട്ടി, അതെന്തായി മാറുന്നു, ഗിവ്സ് Cl-, നെഗറ്റീവ് ചാർജുള്ള Cl- അയോൺ ആയിട്ട് മാറി. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്
of attraction, electrostatic force of attraction that holds together the oppositively charged ions in an ionic compound is called ionic bond. Ionic bond is also known as electrovalent bond. അപ്പോൾ ഇവിടെ സോഡിയം പോസിറ്റീവ് ഉള്ള ഒരു അയോണും ക്ലോറിൻ നെഗറ്റീവ് ചാർജുള്ള അയോണുമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്. അപ്പോൾ ഈ അയണിക് കോമ്പൗണ്ടിലെ ഓപ്പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഈ എലമെന്റ്സ് അല്ലെങ്കിൽ ആ അയോൺസിനെ ഹോൾഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നു. അങ്ങനെ കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ അയണിക് ബോണ്ട് എന്ന് പറയുന്നത്. അയണിക് ബോണ്ട് എന്നോ അല്ലെങ്കിൽ ഇതിനെ ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്നോ പറയാം. നോട്ട് ദ ഗിവൻ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. ഇവിടെ നടന്ന കെമിക്കൽ റിയാക്ഷൻ മൊത്തമായിട്ട് നമ്മളിപ്പോൾ നേരത്തെ എഴുതി സോഡിയത്തിന്റെയും ക്ലോറിന്റെയും സെപ്പറേറ്റ് ആയിരുന്നു. ഇനി നടക്കും നോട്ട് ദ കെമിക്കൽ ഇക്വേഷൻ for the chemical reaction that happened. ഇവിടെ ഇപ്പോൾ 2mg plus O2 gives 2mgO. 2mg plus O2 gives 2mgO എന്നുള്ള പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദ ഫോർമേഷൻ ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യവും ഓക്സിജനും ചേർന്നിട്ട് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നു. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. അതുപോലെ എക്സാമിൻ ദ ഫിഗർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ നമുക്കത് തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിൽ നിന്നും ഫിഗർ നോക്കി ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ദ എംജിക്ക് 282 ആണ്. അപ്പോൾ മഗ്നീഷ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. അതുപോലെ ഓക്സിജൻ 2 6 26. അതിൽ 6 ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ളത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ? 2mgO എന്ന് മാറി മഗ്നീഷ്യം ഓക്സൈഡ് ആയപ്പോൾ മഗ്നീഷ്യത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ ഓക്സിജന് കൊടുക്കും. അപ്പോൾ ഇവിടെ 28 എന്നായി മാറി മഗ്നീഷ്യത്തിന് സ്റ്റെബിലിറ്റി കിട്ടി. അപ്പോൾ ഇവിടെ 2+ പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറി. 2+ അയോണായിട്ട് മഗ്നീഷ്യം മാറുന്നു. അതുപോലെ ഓക്സിജൻ 2 6 ആയിരുന്നു. അത് 2 ഇലക്ട്രോണിനെ കിട്ടിയപ്പോൾ 2 8 ആയിട്ട് മാറി. അപ്പോൾ 2 8. അപ്പോൾ 2 ഇലക്ട്രോൺ അധികം ഉണ്ട്. അപ്പോൾ എന്തായി മാറി? 2- ചാർജ് ആയിട്ട്. ഇനി അവിടെ ടേബിൾ 3.0 ടേബിൾ വന്നിട്ടുണ്ട്. ആ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓരോന്നിന്റെയും. മഗ്നീഷ്യം റിയാക്ഷന് മുമ്പ് 2 8 2 ആയിരുന്നു. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 12 ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് 12 ആണ്. ചാർജ് ഇല്ല, 0 ആണ്. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അതുപോലെ ആഫ്റ്റർ കെമിക്കൽ ബോണ്ടിങ് അല്ലെ ആഫ്റ്റർ റിയാക്ഷൻ മഗ്നീഷ്യം എന്തായി? 2 8 2 എന്നുള്ളത് 2 8 ആയിട്ട് മാറി. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 എണ്ണം കുറഞ്ഞു. നമ്പർ ഓഫ് പ്രോട്ടോൺസിന് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ 2 പ്രോട്ടോൺ ഇവിടെ അധികമാണ്, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് 2+ പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറും. അതുപോലെ ഓക്സിജനിൽ സംഭവിക്കുന്നത് 2 6 ആയിരുന്നു. അത് 2 8 ആയിട്ട് മാറി. 8 ഇലക്ട്രോൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 10 ഇലക്ട്രോൺ ആയിട്ട് മാറി. അപ്പോൾ 2 ഇലക്ട്രോൺ അധികം. നമ്പർ ഓഫ് പ്രോട്ടോൺസിന് മാറ്റമില്ല, 8 ആണ്. അപ്പോൾ ചാർജ് ഇവിടെ 0 ആയിരുന്നു. പക്ഷേ 2 ഇലക്ട്രോണിനെ കിട്ടിയപ്പോൾ 2- ആയിട്ട് മാറി. അപ്പോൾ O2- ചാർജ് ആയിട്ട് മാറും. ഇനി നമുക്ക് ടേബിളിൽ നിന്നും നോക്കേണ്ട കാര്യം, വിച്ച് ആർ ദ അയോൺസ് പ്രസന്റ് ഇൻ മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡിൽ അതായത് മഗ്നീഷ്യം അയോൺ Mg2+ അയോണും ആൻഡ് ഓക്സിജന്റെ ഓക്സൈഡ് അയോൺ O2- അയോണും ആണ്. How many electrons are transferred from magnesium to oxygen during the formation of magnesium oxide? Magnesium oxide ഫോം ചെയ്യുമ്പോൾ മഗ്നീഷ്യത്തിൽ നിന്ന് ഓക്സിജനിലേക്ക് എത്ര ഇലക്ട്രോൺ പോകുന്നു? 2 electrons are transferred from magnesium to oxygen. മഗ്നീഷ്യത്തിൽ നിന്ന് ഓക്സിജനിലേക്ക് 2 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. The compounds that are formed by ionic bonding are known as ionic compounds or electrovalent compounds. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലുള്ള സോഡിയം ക്ലോറൈഡും അതുപോലെ ഇവിടെ പറഞ്ഞ മഗ്നീഷ്യം ഓക്സൈഡും ദ കോമ്പൗണ്ട്സ് ദാറ്റ് ആർ ഫോംഡ് ബൈ അയണിക് ബോണ്ടിങ്. ഇത് അയണിക് ബോണ്ടിങ് വഴി ഫോം ചെയ്തതാണ്. അയണിക് ബോണ്ടിങ് ആർ നോൺ ആസ് അയണിക് കോമ്പൗണ്ട്സ് ഓർ ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് ഇതിനെ പറയും. ഇനി അതിന്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അയണിക് കോമ്പൗണ്ട്. നമുക്ക് അയണിക് കോമ്പൗണ്ട്സും കോവാലന്റ് കോമ്പൗണ്ട്സും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ അയണിക് കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത, അയണിക് കോമ്പൗണ്ട്സ് ആർ ജനറലി soluble in polar solvents such as water. വെള്ളം പോലെയുള്ള പോളാർ സോൾവെന്റ്സിൽ സൊല്യൂബിൾ ആണ്, അത് ലയിച്ച് ചേരും. അയണിക് കോമ്പൗണ്ട്സ് ആർ ജനറലി soluble in polar solvents such as water. Volatile and hard. വോളറ്റൈൽ സബ്സ്റ്റൻസ് അല്ല, ഒരുപാട് ഹാർഡ് സബ്സ്റ്റൻസും അല്ല. They exist as crystals in solid state. അത് സോളിഡ് സ്റ്റേറ്റിൽ ക്രിസ്റ്റൽസ് ആയിട്ട് നിൽക്കുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ഉപ്പ്, കറിയുപ്പ് ക്രിസ്റ്റലായിട്ട് നിൽക്കുന്നു. ഉപ്പിന്റെ തരികൾ ഉപ്പ് ക്രിസ്റ്റലായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ അത് വെള്ളത്തിൽ സൊല്യൂബിളുമാണ്. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അത് കോമൺ ആയിട്ട് കൂടുതലും ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. അതുപോലെ ബോയിലിംഗ് പോയിന്റും, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഹൈ ആയിരിക്കും. സോ അയണിക് കോമ്പൗണ്ട്സ്
ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് സ്റ്റേറ്റ്. ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ആൻഡ് അക്വസ് സ്റ്റേറ്റ്. ഈ അയണിക് കോമ്പൗണ്ട്സ് എന്തല്ല, കറണ്ടിനെ കടത്തിവിടുന്നതല്ല, ഇലക്ട്രിക് കണ്ടക്ടർ അല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ എന്നാൽ പക്ഷേ വെള്ളത്തിൽ കലക്കി ഉപ്പുവെള്ളത്തിലൂടെ നമ്മൾ കറണ്ട് കടത്തിവിട്ടാൽ കറണ്ട് കടന്നു പോകും. അപ്പം ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ആൻഡ് അക്വസ് സ്റ്റേറ്റ്. മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉരുകിയ അവസ്ഥയിലോ അക്വസ് സ്റ്റേറ്റ് വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ടുള്ള അവസ്ഥയിലോ, ഈ അവസ്ഥയിൽ ഇത് കറണ്ടിനെ കടത്തിവിടുന്നുണ്ട്.